ഹലോ, ഇന്ന് ഏവർക്കും ഇഷ്ടമായ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം. അത് ഞാൻ നല്ല വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് അതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ചെറിയ പൂവൻപഴവും, ചെറുപഴം ഏതായാലും കുഴപ്പമില്ല, എൻ്റെ കയ്യിൽ പൂവനുള്ളത് കൊണ്ട് ഞാൻ ആ പൂവൻപഴം എടുത്തു. പിന്നെ ശർക്കരപ്പാനി ഉരുക്കിയതും ചേർത്ത് നന്നായി അരച്ചെടുത്ത് ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എള്ള്, പിന്നെ തേങ്ങ നന്നായി നെയ്യിൽ വറുത്തെടുത്തതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു ഉണ്ണിയപ്പത്തട്ടിലേക്ക് ആവശ്യത്തിന് നല്ല വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തേക്കണേ, അല്പം നെയ്യോടം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നമ്മൾ പുളിപ്പിക്കാൻ വെച്ചതുകൊണ്ട് തന്നെ ഒരു 5-6 മണിക്കൂർ പുളിക്കാൻ വെച്ചതുകൊണ്ട് തന്നെ ഈ മാവ് നന്നായി ഇതുപോലെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമായിട്ട് കിട്ടും. അങ്ങനെ വറുത്തതൊക്കെ ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് ഒരു ഫോർക്ക് വെച്ച് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഞാൻ ഒരു ലോ ഫ്ലെയിമിലിട്ടാണ് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പം കരിഞ്ഞു പോകും. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം വലിയ ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ഉണ്ണിയപ്പത്തട്ടിൽ ആദ്യം ഒഴിച്ചു വെച്ച മാവ് പെട്ടെന്ന് ആവുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കോരിയെടുത്ത് അതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. ടാറ്റാ, ബൈ.